ഓം ശാന്തി. 31/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സർവശക്തിമാനായ ബാബയിൽ നിന്നും ശക്തി എടുക്കുവാനാണ്. അതായത് ദീപത്തിൽ ജ്ഞാനത്തിൻ്റെ നെയ് ഒഴിക്കുവാനാണ്. ചോദ്യം: ശിവന്റെ ഘോഷയാത്രയുടെ മഹിമയുള്ളത് എന്തുകൊണ്ടാണ്? ഉത്തരം: കാരണം ശിവബാബ എപ്പോഴാണോ തിരിച്ചു പോകുന്നത്, അപ്പോൾ എല്ലാ ആത്മാക്കളുടെയും കൂട്ടം ആ ഒന്നിൻ്റെ പിന്നാലെ പിന്നാലെ ഓടിപ്പോകുന്നു. മൂലവതനത്തിലും ആത്മാക്കൾ തേനീച്ചക്കൂട് പോലെ സ്ഥിതി ചെയ്യുന്നു. പവിത്രമായി മാറുന്ന കുട്ടികളായ നിങ്ങൾ ബാബയുടെ കൂടെ പോകുന്നു. കൂടെ ഉള്ളത് കാരണം തന്നെയാണ് ഘോഷയാത്രയുടെ മഹിമയുള്ളത്. ഓം ശാന്തി. കുട്ടികൾ ആദ്യം ഒരേ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ആ ഒന്ന് എല്ലാവരുടെയും പിതാവാണ്. ആ ഒന്നിനെ സർവശക്തിവാൻ എന്ന് പറയുന്നു. നിങ്ങളിലും സർവശക്തികളും ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിച്ചിരുന്നു. ഭാരതത്തിൽ തന്നെയാണ് ഈ ദേവീ ദേവന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നത്. അതായത് കുട്ടികളായ നിങ്ങളുടെ രാജ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ പവിത്ര ദേവീ ദേവന്മാരായിരുന്നു. നിങ്ങളുടെ കുലവും ഡിനാസ്റ്റിയും എല്ലാം നിർവികാരിയായിരുന്നു. ആരാണ് നിർവികാരിയായിരുന്നത്? ആത്മാക്കൾ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ നിർവികാരി ആയിക്കൊണ്ടിരിക്കുന്നു. സർവശക്തിവാനായ ബാബയെ ഓർമ്മിച്ച് ആ ഒന്നിൽ നിന്നും ശക്തി എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ആത്മാവ് തന്നെയാണ് 84ന്റെ പാർട്ട് അഭിനയിക്കുന്നത്. അതിൽ ഏതൊരു സതോപ്രധാന ശക്തിയാണോ ഉണ്ടായിരുന്നത്, അത് പിന്നെ ദിനം പ്രതിദിനം കുറഞ്ഞു വരുന്നു. സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനം ആകേണ്ടതുണ്ട്. ബാറ്ററിയുടെ ശക്തി കുറഞ്ഞു വരുമ്പോൾ വാഹനം നിൽക്കുന്നു. അതുപോലെ ബാറ്ററി ഡിസ്ചാർജായി പോകുന്നു. ആത്മാവിൻ്റെ ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ആകുന്നില്ല. കുറച്ചൊക്കെ ശക്തി അവശേഷിക്കുന്നു. ആരെങ്കിലും മരിക്കുമ്പോൾ ദീപം കത്തിക്കുന്നു, അതിൽ നെയ്യ് ഒഴിക്കുന്നു, ജ്യോതി അണയാതിരിക്കുന്നതിനായി. ബാറ്ററിയിലെ ശക്തി കുറഞ്ഞു വരുമ്പോൾ പിന്നെ ചാർജ് ചെയ്യുന്നതിനായി വയ്ക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവ് സർവശക്തിവാൻ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ സർവശക്തിവാനായ ബാബയുമായി തൻ്റെ ബുദ്ധിയോഗം ചേർക്കുന്നു. ബാബയുടെ ശക്തി നമ്മളിൽ വരട്ടെ. കാരണം ശക്തി കുറഞ്ഞുപോയി. അല്പം തീർച്ചയായും അവശേഷിക്കുന്നുണ്ട്. പൂർണ്ണമായും തീർന്നു പോയെങ്കിൽ പിന്നെ ശരീരം ഉണ്ടായിരിക്കുകയില്ല. ആത്മാവ് ബാബയെ ഓർമ്മിച്ച് തികച്ചും പ്യോർ ആയി മാറുന്നു. സത്യയുഗത്തിൽ നിങ്ങളുടെ ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കുന്നു. പിന്നെ അല്പം കുറഞ്ഞു വരുന്നു. ത്രേത വരെ മീറ്റർ കുറവായിരിക്കുന്നു. അതിനെ കല എന്ന് പറയുന്നു. പിന്നെ പറയും, ആത്മാവ് സദോ പ്രധാനമായിരുന്നു, അത് സദോ ആയി. ശക്തി കുറഞ്ഞു വരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ മനുഷ്യനിൽ നിന്നും സത്യയുഗത്തിൽ ദേവതയായി മാറുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും
സതോ പ്രധാനമായി മാറും. ഇപ്പോൾ നിങ്ങൾ തമോ പ്രധാനമായിരിക്കുന്നു. ശക്തിയുടെ പാപ്പരത്വം വന്നിരിക്കുകയാണ്. വീണ്ടും ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മുഴുവൻ ശക്തിയും വരും. കാരണം നിങ്ങൾക്കറിയാം, ദേഹസഹിതം ദേഹത്തിൻ്റെ എന്തെല്ലാം സംബന്ധങ്ങളുണ്ടോ അതെല്ലാം ഇല്ലാതാകാൻ പോകുന്നു. പിന്നെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത രാജ്യം ലഭിക്കുന്നു. ബാബയും പരിധിയില്ലാത്തതാണ്. അപ്പോൾ സമ്പത്തും പരിധിയില്ലാത്തതാണ് നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ പതീതമാണ്. നിങ്ങളുടെ ശക്തി പൂർണ്ണമായും കുറഞ്ഞു പോയിരിക്കുന്നു. ഹേ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ഞാൻ ഓൾമൈറ്റിയാണ്. എന്നിലൂടെ ഓൾമൈറ്റി രാജ്യം ലഭിക്കുന്നു. സത്യയുഗത്തിൽ ദേവീദേവന്മാർ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരുന്നു, പവിത്രമായിരുന്നു, ദൈവിക ഗുണങ്ങളുള്ളവരായിരുന്നു. ഇപ്പോൾ ആ ദൈവിക ഗുണങ്ങളില്ല. എല്ലാവരുടെയും ബാറ്ററി പൂർണ്ണമായും ഡിസ്ചാർജ് ആവുവാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും ബാറ്ററി നിറയുന്നു. പരംപിത പരമാത്മാവുമായി യോഗം ചേർക്കാതെ ബാറ്ററി ചാർജ് ആവുക സാധ്യമല്ല. ആ ബാബ തന്നെയാണ് എവർ പ്യോർ. ഇവിടെ എല്ലാവരും ഇംപ്യോറാണ്, അതായത് അപവിത്രമാണ്. എപ്പോഴാണോ പ്യോർ ആയിരിക്കുന്നത് അപ്പോൾ ബാറ്ററി ചാർജ് ആയിരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഒന്നിനെ തന്നെ ഓർമ്മിക്കണം. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. ബാക്കിയെല്ലാം രചനയാണ്. രചനയിൽ നിന്നും രചനയ്ക്ക് ഒരിക്കലും സമ്പത്ത് ലഭിക്കുന്നില്ല. ക്രിയേറ്റർ ഒന്ന് തന്നെയാണ്. ആ ഒന്ന് പരിധിയില്ലാത്ത ബാബയാണ്. ബാക്കിയെല്ലാം പരിധിയുള്ളതാണ്. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പരിധിയില്ലാത്ത ചക്രവർത്തി പദം ലഭിക്കുന്നു. കുട്ടികൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കണം, നമ്മുടെ ബാബ പുതിയ ലോകമാകുന്ന സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, സത്യയുഗം വരാൻ പോകുന്നു. സത്യയുഗത്തിൽ സദാ സുഖം തന്നെയാണുള്ളത്. അത് എങ്ങനെയാണ് ലഭിക്കുന്നത്? ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ എവർ പ്യോറാണ്. ഞാൻ ഒരിക്കലും മനുഷ്യ ശരീരം എടുക്കുന്നില്ല. ദേവതാ ശരീരമോ മനുഷ്യ ശരീരമോ എടുക്കുന്നില്ല. അതായത് ഞാൻ ജനന മരണത്തിൽ വരുന്നില്ല. കുട്ടികളായ നിങ്ങളെ കേവലം സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നതിനായി എപ്പോഴാണോ ഇദ്ദേഹം, അതായത് ബ്രഹ്മാവ് 60-ാം വയസ്സിലെ വാനപ്രസ്ഥ അവസ്ഥയിൽ വരുന്നത്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വരുന്നു. ഇദ്ദേഹം പൂർണ്ണമായും സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായിരിക്കുന്നു. നമ്പർ 1 ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. പിന്നെയാണ് സൂക്ഷ്മ വദനവാസിയായ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ. അതിൻ്റെ സാക്ഷാത്കാരമുണ്ടാകുന്നു. സൂക്ഷ്മലോകം മധ്യത്തിലുള്ളതാണല്ലോ. അവിടെ ശരീരം ഉണ്ടായിരിക്കുക സാധ്യമല്ല. സൂക്ഷ്മ ശരീരം ദിവ്യ ദൃഷ്ടിയിലൂടെ മാത്രമേ കാണപ്പെടുകയുള്ളൂ. മനുഷ്യ സൃഷ്ടി ഇവിടെയാണ്. ബാക്കി അത് കേവലം സാക്ഷാത്കാരത്തിന് വേണ്ടി ഫരിഷ്തയാണ്. കുട്ടികളായ നിങ്ങളും അന്തിമത്തിൽ എപ്പോഴാണോ തീർത്തും പവിത്രമാകുന്നത്, അപ്പോൾ നിങ്ങളുടെയും സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇങ്ങനെ ഫരിഷ്തയായി പിന്നെ സത്യയുഗത്തിൽ ഇവിടെ തന്നെ വന്ന് സ്വർഗത്തിൻ്റെ അധികാരിയാകും. ഈ ബ്രഹ്മാവ് വിഷ്ണുവിനെ ഒന്നും ഓർമ്മിക്കുന്നില്ല. ഇദ്ദേഹവും ശിവ് ബാബയെ ഓർമ്മിക്കുന്നു.
ഈ വിഷ്ണുവായി മാറുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഇവർ രാജ്യം എങ്ങനെയാണ് നേടിയത്? യുദ്ധമോ മറ്റോ ഒന്നും ഉണ്ടാകുന്നില്ല. ദേവതമാർ ഹിംസ എങ്ങനെ ചെയ്യുവാനാണ്? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയെ ഓർമ്മിച്ച് രാജപദം നേടുന്നു. ആരെങ്കിലും അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. ഗീതയിലുമുണ്ട്, ഹേ കുട്ടികളെ, ദേഹസഹിതം ദേഹത്തിൻ്റെ സർവധർമ്മവും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ആ ഒന്നിനാണെങ്കിൽ മമത്വം വയ്ക്കുവാനായി ദേഹമേ ഇല്ല. പറയുന്നു, ഞാൻ അല്പസമയത്തേക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ശരീരം ലോണായി എടുക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ നോളജ് എങ്ങനെ നൽകും? ഞാൻ ബീജരൂപമാണല്ലോ. ഈ മുഴുവൻ വൃക്ഷത്തിൻ്റെയും നോളജ് എൻ്റെ അടുക്കലുണ്ട്. മറ്റാർക്കും തന്നെ അറിയില്ല സൃഷ്ടിയുടെ ആയുസ് എത്രയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥാപന, പാലന, വിനാശം ഉണ്ടാകുന്നത്. മനുഷ്യർ അറിയേണ്ടതാണല്ലോ. മനുഷ്യർ തന്നെയാണ് പഠിക്കുന്നത്. മൃഗങ്ങൾ പഠിക്കുകയില്ലല്ലോ. ലോകത്തുള്ളവർ പഠിക്കുന്നത് പരിധിയുള്ള പഠനമാണ്. ബാബ നിങ്ങളെ പരിധിയില്ലാത്ത പഠനം പഠിപ്പിക്കുന്നു. അതിലൂടെ നിങ്ങളെ പരിധിയില്ലാത്ത അധികാരിയാക്കി മാറ്റുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കണം, ഭഗവാൻ എന്ന് ഏതെങ്കിലും മനുഷ്യനെ അഥവാ ദേഹധാരിയെ പറയുന്നില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനും സൂക്ഷ്മദേഹമുണ്ടല്ലോ. ഇവരുടെ നാമം തന്നെ വേറെയാണ്. ഇവരെ ഭഗവാൻ എന്ന് പറയുന്നില്ല. ഈ ശരീരമാണെങ്കിൽ ഈ ദാതയുടെ ആത്മാവിൻ്റെ സിംഹാസനമായിരുന്നു. അകാല സിംഹാസനമാണല്ലോ. ഇപ്പോൾ ഇത് അകാലമൂർത്തിയായ ബാബയുടെ സിംഹാസനമാണ്. അമൃത്സറിലും ഒരു അകാല സിംഹാസനം ഉണ്ടല്ലോ. വലിയ വലിയ ആളുകൾ അവിടെ അകാല സിംഹാസനത്തിൽ പോയി ഇരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതെല്ലാം അകാല ആത്മാക്കളുടെ സിംഹാസനമാണ്. ആത്മാവ് അകാലമാണ്. അതിനെ കാലത്തിന് ഭക്ഷിക്കുവാൻ സാധിക്കില്ല. ബാക്കി സിംഹാസനമാണെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അകാലമൂർത്തിയായ ആത്മാവ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആദ്യം ചെറിയ സിംഹാസനമായിരിക്കും, പിന്നീട് വലുതാകുന്നു. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ആത്മാവ് അകാലമാണ്. പിന്നെ അതിൽ നല്ലതും മോശവുമായ സംസ്കാരമുണ്ട്. അതിനാലാണ് ഇത് കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് പറയുന്നത്. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ആത്മാവിൻ്റെ പിതാവ് ഒന്നാണ്. ഇതും മനസ്സിലാക്കേണ്ടതാണല്ലോ. ഈ ബാബ ഏതെങ്കിലും ശാസ്ത്രങ്ങളിലെ കാര്യങ്ങൾ കേൾപ്പിക്കുന്നുണ്ടോ? ശാസ്ത്രങ്ങളോ മറ്റോ പഠിക്കുന്നതിലൂടെ ആർക്കും തന്നെ തിരിച്ചു പോകുവാൻ സാധിക്കുന്നില്ല. അവസാനം എല്ലാവരും പോകും. വെട്ടുകിളികളുടെ അഥവാ തേനീച്ചകളുടെ കൂട്ടം ഉണ്ടായിരിക്കുന്നുവല്ലോ, അതുപോലെ തേനീച്ചകൾക്കും ക്വീൻ ഉണ്ടായിരിക്കും. അതിൻ്റെ പിന്നാലെ എല്ലാവരും പോകുന്നു. ബാബയും പോകും. അപ്പോൾ ബാബയുടെ പിന്നാലെ എല്ലാ ആത്മാക്കളും പോകും. അവിടെ മൂലവതനത്തിൽ എല്ലാ ആത്മാക്കളുടെയും തേനീച്ചക്കൂടുണ്ട്. ഇവിടെ പിന്നെ മനുഷ്യരുടെ കൂട്ടമാണ്. ഈ കൂട്ടത്തിനും ഒരു ദിവസം ഓടിപ്പോകേണ്ടതുണ്ട്. ബാബ വന്ന് സർവ ആത്മാക്കളെയും കൊണ്ടുപോകുന്നു. ശിവന്റെ ഘോഷയാത്ര എന്ന് പറയുന്നു. കുട്ടികൾ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രിയതമകൾ എന്ന് പറയാം. ബാബ വന്ന് കുട്ടികളെ പഠിപ്പിച്ച് ഓർമ്മയുടെ യാത്ര അഭ്യസിപ്പിക്കുന്നു. പവിത്രമാകാതെ ആത്മാവിന് പോകുവാൻ സാധിക്കില്ല. പവിത്രമായി മാറുമ്പോൾ ആദ്യം ശാന്തിധാമത്തിലേക്ക് പോകും. അവിടെ പോയി എല്ലാവരും നിവസിക്കുന്നു.
അവിടെ നിന്നും പിന്നെ പതുക്കെ പതുക്കെ വരുന്നു, വൃദ്ധിയുണ്ടാകുന്നു. നിങ്ങളാണ് ആദ്യം ബാബയുടെ പിന്നാലെ ഓടുന്നത്. നിങ്ങൾക്ക് ബാബയുടെ കൂടെ അഥവാ സജിനിമാർക്ക് സാജന്റെ കൂടെ യോഗമുണ്ട്. രാജധാനി ഉണ്ടാകണമല്ലോ. എല്ലാവരും ഒരുമിച്ചല്ല വരുന്നത്. അവിടെ എല്ലാ ആത്മാക്കളുടെയും ലോകമാണ്. അവിടെ നിന്നും പിന്നെ നമ്പർ വൈസായി വരുന്നു. വൃക്ഷം പതുക്കെ പതുക്കെ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ആദ്യം ആദി സനാതന ദേവീ ദേവതാധർമ്മമാണ്. അത് ബാബ സ്ഥാപിക്കുന്നു. ആദ്യം നമ്മളെ ബ്രാഹ്മണരാക്കി മാറ്റുന്നു. പ്രജാപിത ബ്രഹ്മാവാണല്ലോ. പ്രജയിൽ സഹോദരി സഹോദരന്മാരായി മാറുന്നു. ബ്രഹ്മകുമാർ കുമാരിമാർ അനേകമുണ്ട്. തീർച്ചയായും നിശ്ചയബുദ്ധിയായിരിക്കും. അതിനാലാണ് ഇത്ര അനേകം ഉണ്ടായത്. ബ്രാഹ്മണർ എത്രയുണ്ടാകും? അപക്വമാണോ അതോ പക്വമാണോ? ചിലരാണെങ്കിൽ 99 മാർക്ക് നേടുന്നു, ചിലർ 10 മാർക്ക് നേടുന്നു. അപ്പോൾ അപക്വമായല്ലോ. നിങ്ങളിലും ആരാണോ പക്വമായവർ അവർ തീർച്ചയായും ആദ്യം വരും. അപക്വമായവർ അവസാനം വരും. ഇത് പാട്ടധാരികളുടെ ലോകമാണ്. അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യയുഗം, ത്രേത, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇത് ഇപ്പോൾ ബാബ പറഞ്ഞു തന്നു. കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമാണ് എന്ന് തലകീഴായി തന്നെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കി വന്നത്. ഇപ്പോൾ ബാബ പറഞ്ഞു തന്നു, ഇത് മുഴുവൻ 5000 വർഷത്തിൻ്റെ ചക്രമാണ്. പകുതി കൽപ്പം രാമന്റെ രാജ്യമാണ്, പകുതി കൽപ്പം രാവണന്റെ രാജ്യമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടേതാണ് കൽപ്പമെങ്കിൽ പകുതിയാവുക സാധ്യമല്ല. ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും ഈ ലോകം തയ്യാറാക്കപ്പെട്ടതാണ്. ഈ പരിധിയില്ലാത്ത നോളജ് പരിധിയില്ലാത്ത ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. ശിവ് ബാബയ്ക്ക് ശരീരത്തിൻ്റെ ഒരു പേരില്ല. ഈ ശരീരമാണെങ്കിൽ ഈ ദാതയുടേതാണ്. ബാബ എവിടെയാണ്? ബാബ അല്പസമയത്തേക്ക് ലോൺ എടുത്തിരിക്കുന്നു. ബാബ പറയുന്നു, എനിക്ക് മുഖം ആവശ്യമാണല്ലോ. ഇവിടെയും ഗോമുഖം ഉണ്ടാക്കിയിട്ടുണ്ട്. പർവ്വതത്തിൽ നിന്നും ജലം പലയിടത്തും വരുന്നു. ഇവിടെ പിന്നെ ഗോവിൻ്റെ മുഖം ഉണ്ടാക്കിയിരിക്കുന്നു. അതിലൂടെ ജലം വരുന്നു. അതിനെ ഗംഗാജലമായി മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഗംഗ എവിടെ നിന്ന് വന്നു? ഇതെല്ലാം അസത്യമാണ്. അസത്യ ശരീരം, അസത്യമായ മുഴുവൻ ലോകവും അസത്യം. ഭാരതം എപ്പോഴാണോ സ്വർഗമായിരുന്നത് അപ്പോൾ സത്യഖണ്ഡം എന്ന് പറയുന്നു. പിന്നെ ഭാരതം തന്നെ പഴയതാകുമ്പോൾ അസത്യഖണ്ഡം എന്ന് പറയുന്നു. ഈ അസത്യഖണ്ഡത്തിൽ എപ്പോഴാണോ എല്ലാവരും പതീതമായി മാറുന്നത് അപ്പോൾ വിളിക്കുന്നു, ബാബ നമ്മളെ പാവനമാക്കി ഈ പഴയ ലോകത്ത് നിന്നും കൊണ്ടുപോകൂ. ബാബ പറയുന്നു, എൻ്റെ എല്ലാ കുട്ടികളും കാമചിതയിൽ കയറി കറുത്തുപോയി. ബാബ കുട്ടികളോട് ഇരുന്ന് പറയുന്നു, നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നല്ലോ, സ്മൃതി വന്നുവല്ലോ. കുട്ടികൾക്കാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. മുഴുവൻ ലോകത്തിനെയും മനസ്സിലാക്കിക്കുന്നില്ല, നിങ്ങളെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. അപ്പോൾ അറിയാൻ കഴിയും നമ്മുടെ ബാബ ആരാണെന്ന്. ഈ ലോകത്തെ പറയുന്നത് ഫോറസ്റ്റ് ഓഫ് തോൺസ് എന്നാണ്, അതായത് മുള്ളുകളുടെ കാട് എന്നാണ്. ഏറ്റവും വലിയ മുള്ളേൽക്കുന്നത് കാമത്തിൻ്റെതാണ്. ഇവിടെ ഭക്തരും ധാരാളമുണ്ട്, വെജിറ്റേറിയൻസ് ഉണ്ട്. പക്ഷേ വികാരത്തിൽ പോകുന്നില്ല എന്നല്ല,
വളരെയധികം ബാലബ്രഹ്മചാരികളുമുണ്ട്. ശൈശവത്തിലെ തന്നെ ഒരിക്കലും മോശമായ ഭക്ഷണമോ മറ്റോ കഴിക്കുന്നില്ല. സന്യാസിമാരും നിർവികാരിയാകൂ എന്ന് പറയുന്നു. ആ പരിധിയുള്ള സന്യാസം മനുഷ്യർ ചെയ്യിക്കുന്നു. അടുത്ത ജന്മത്തിൽ പിന്നെ ഗൃഹസ്ഥയുടെ അടുക്കൽ ജന്മമെടുത്ത് വീണ്ടും വീടും കുടുംബവും ഉപേക്ഷിച്ച് പോയിക്കളയുന്നു. സത്യയുഗത്തിൽ ഈ കൃഷ്ണൻ തുടങ്ങിയ ദേവതമാർ എപ്പോഴെങ്കിലും വീടും കുടുംബവും ഉപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അവരുടേതാണെങ്കിൽ പരിധിയുള്ള സന്യാസമാണ്. ഇപ്പോൾ നിങ്ങളുടേത് പരിധിയില്ലാത്ത സന്യാസമാണ്. മുഴുവൻ ലോകത്തിൻ്റെയും ബന്ധുക്കൾ തുടങ്ങിയവരുടെയും ബുദ്ധി കൊണ്ട് സന്യാസം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി സ്വർഗത്തിൻ്റെ നേർക്ക് തന്നെ പോകും. അപ്പോൾ ശിവ് ബാബയെ തന്നെ ഓർമ്മിക്കണം. പരിധിയില്ലാത്ത ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. മന്മനാഭവ മധ്യാജീഭവ. എങ്കിൽ നിങ്ങൾ ദേവതയായി മാറും. ഇത് അതേ ഗീതയുടെ എപ്പിസോഡാണ്. സംഗമയുഗവുമാണ്. ഞാൻ സംഗമത്തിൽ തന്നെയാണ് കേൾപ്പിക്കുന്നത്. രാജയോഗം തീർച്ചയായും കഴിഞ്ഞ ജന്മത്തിൽ സംഗമത്തിൽ അഭ്യസിച്ചിട്ടുണ്ടാകും. ഈ സൃഷ്ടി മാറുന്നുവല്ലോ. നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറുന്നു. ഇപ്പോൾ ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇതിൽ നമ്മൾ ഇങ്ങനെ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നു. ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കി നിശ്ചയമുണ്ടാക്കണം. ഇത് ഏതെങ്കിലും മനുഷ്യനല്ല പറയുന്നത്. ഇതാണ് ശ്രീമദ്, അതായത് ഭഗവാന്റെ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതം. ബാക്കിയെല്ലാം മനുഷ്യമതമാണ്. മനുഷ്യമതത്തിലൂടെ വീണ് വരികയാണ് ചെയ്തത്. ഇപ്പോൾ ശ്രീമത്തിലൂടെ നിങ്ങൾ കയറുന്നു. ബാബ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. ദൈവിക മതം സ്വർഗവാസികളുടേതാണ്. മറ്റേത് നരകവാസികളായ മനുഷ്യരുടെ മതമാണ്. അതിനെ രാവണന്റെ മതം എന്ന് പറയുന്നു. രാവണ രാജ്യവും നിസ്സാരമൊന്നുമല്ല. മുഴുവൻ ലോകത്തിൻ്റെ മേലും രാവണന്റെ രാജ്യമാണ്. ഇത് പരിധിയില്ലാത്ത ലങ്കയാണ്. ഇതിൽ രാവണന്റെ രാജ്യമാണ്. പിന്നെ ദേവതമാരുടെ പവിത്ര രാജ്യമുണ്ടാകും. അവിടെ വളരെയധികം സുഖമുണ്ടായിരിക്കും. സ്വർഗത്തിൻ്റെ എത്ര മഹിമയാണുള്ളത്. സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായും നരകത്തിലായിരുന്നുവല്ലോ. നരകത്തിൽ നിന്നാണ് പോയതെങ്കിൽ തീർച്ചയായും വീണ്ടും നരകത്തിൽ തന്നെ വരുമല്ലോ. സ്വർഗം ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രത്തിലുമില്ല. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് മുഴുവൻ നോളജും നൽകുന്നു. ബാറ്ററി നിറയ്ക്കുന്നു. മായ പിന്നെ ബന്ധം മുറിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മനസ്സും വാക്കും കർമ്മവും കൊണ്ട് പവിത്രമായി ആത്മാവാകുന്ന ബാറ്ററിയെ ചാർജ് ചെയ്യണം. പക്വമായ ബ്രാഹ്മണനാകണം. മന്മത്തും മനുഷ്യമത്തും ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്ന് സ്വയം തന്നെ ശ്രേഷ്ഠമാക്കണം. സദോ പ്രധാനമായി ബാബയുടെ കൂടെ പറന്നു പോകണം. വരദാനം: സത്യതയുടെ ശക്തിയിലൂടെ പ്രകൃതിയെയും വിശ്വത്തെയും സദോ പ്രധാനം ആക്കുന്ന മാസ്റ്റർ വിധി വിധാതാവായി ഭവിക്കട്ടെ. എപ്പോഴാണോ കുട്ടികളായ നിങ്ങൾ സത്യതയുടെ ശക്തി ധാരണ ചെയ്ത് മാസ്റ്റർ വിധി വിധാതാവ് ആകുന്നത്, അപ്പോൾ പ്രകൃതി സദോ പ്രധാനമായി മാറുന്നു. യുഗം സത്യയുഗമായി മാറുന്നു. സർവ ആത്മാക്കളും
സദ്ഗതിയുടെ ഭാഗ്യം ഉണ്ടാക്കിയെടുക്കുന്നു. താങ്കളുടെ സത്യത പാരസിന് സമാനമാണ്. ഏതുപോലെ സ്പർശമണി ഇരുമ്പിനെ പാരസാക്കി മാറ്റുന്നു, അതേപോലെ സത്യതയുടെ ശക്തി ആത്മാവിനെയും പ്രകൃതിയെയും സമയത്തെയും സർവ സാമഗ്രിയെയും സർവ സംബന്ധങ്ങളെയും സംസ്കാരങ്ങളെയും ആഹാര വ്യവഹാരത്തെയും സതോപ്രധാനമാക്കി മാറ്റുന്നു. സ്ലോഗൻ: ആരെയാണോ പ്രകൃതിയുടെ ചഞ്ചലത പോലും ആകർഷിക്കാത്തത് അവരാണ് യോഗി ആത്മാക്കൾ. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. സ്വദർശന ചക്രധാരിയും ഛത്രധാരിയും ആകൂ. അപ്പോൾ ദേഹത്തിൻ്റെ സ്മൃതിയുടെ അനേകം വ്യർത്ഥ സങ്കല്പങ്ങളുടെ ചക്രത്തിൽ നിന്നും ലൗകികവും അലൗകികവുമായ സംബന്ധങ്ങളുടെ ചക്രത്തിൽ നിന്നും തൻ്റെ അനേകം ജന്മങ്ങളുടെ സ്വഭാവത്തിൻ്റെയും സംസ്കാരങ്ങളുടെയും ചക്രത്തിൽ നിന്നും പ്രകൃതിയുടെ അനേകം പ്രകാരത്തിലുള്ള ആകർഷണത്തിൻ്റെ ചക്രത്തിൽ നിന്നും എപ്പോഴാണോ മുക്തമാകുന്നത്, അപ്പോൾ അന്യ ആത്മാക്കളെയും ബാബയിൽ നിന്നും പ്രാപ്തമായ ശക്തികളിലൂടെ അനേകം ചക്രങ്ങളിൽ നിന്നും സഹജമായി മോചിപ്പിച്ച് ജീവൻ മുക്തം ആക്കുവാൻ സാധിക്കും. ഓം ശാന്തി. ബാബ എൻ്റെ മസ്തകത്തിൽ പവിത്ര സ്വരൂപത്തിൻ്റെ സ്മൃതിയുടെ തിലകം അണിയിക്കുന്നു. ഞാൻ ആത്മാവ് പവിത്രതയുടെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ആത്മനക്ഷത്രത്തിൽ നിന്നും പവിത്ര കിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ആത്മാവിൽ നിന്നും മുഴുവൻ ശരീരത്തിലും പവിത്രതയുടെ പ്രകാശം നിറയുന്നു. കർമ്മേന്ദ്രിയങ്ങൾ ശീതളവും ശാന്തവുമാകുന്നു. എൻ്റെ പവിത്ര ബ്രാഹ്മണ സ്വരൂപത്തിൽ നിന്നും പവിത്ര ഫരിഷ്ത സ്വരൂപത്തിലേക്ക് എൻ്റെ സ്മൃതി കൊണ്ടുവരുന്നു. ഞാൻ പവിത്ര ഫരിഷ്തയാണ്. പ്രകാശമയ ശരീരത്തിൽ ഞാൻ ആത്മാവ്
പവിത്ര സ്വരൂപമായി ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി സ്ഥിതി ചെയ്യുന്നു. ഈ പവിത്ര ഫരിഷ്ത സ്വരൂപത്തിൽ ഞാൻ അവ്യക്ത ലോകത്തിൽ ബാബയുടെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. ബാബ ശക്തിശാലിയും പവിത്രവുമായ ദൃഷ്ടിയിലൂടെ എന്നെ സമ്പന്നമാക്കുന്നു. ബാബയുടെ ദൃഷ്ടി ആത്മാവിൻ്റെ ഉള്ളിലെ സൂക്ഷ്മ കുറവുകളെ ഇല്ലാതാക്കുന്നു. എന്നിൽ ദിവ്യതയുടെ തിളക്കം പ്രകടമാകുന്നു. ബാബയിൽ നിന്നും പവിത്ര കിരണങ്ങൾ സ്വീകരിച്ച് പവിത്ര ഫരിഷ്ത സ്വരൂപത്തിൽ നിന്നും പവിത്ര അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമധാമത്തിൽ പവിത്രതയുടെ സാഗരമായ ശിവബാബയുടെ അതിസമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പവിത്ര സാഗരത്തിൽ നിന്നും പവിത്രതയുടെ പ്രകാശ രശ്മികൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. പവിത്ര സാഗരന്റെ സ്മൃതിയിൽ മഗ്നമാകുമ്പോൾ എന്നിൽ പവിത്ര പ്രകാശം ഉൾക്കൊള്ളപ്പെടുന്നു. ആത്മാവിൽ പവിത്രതയുടെ തേജസ് വർദ്ധിക്കുന്നു.
എന്നിൽ പവിത്രതയുടെ ബലം നിറയുന്നു. ബാബ പവിത്രതയുടെ സാഗരമായതുപോലെ ഞാൻ പവിത്രതയുടെ മാസ്റ്റർ സ്വരൂപമാകുന്നു. ഈ പവിത്ര അനാദി സ്വരൂപത്തിൽ നിന്നും എൻ്റെ പവിത്ര ആദി ദേവസ്വരൂപത്തിലേക്ക് ഞാൻ മാറുന്നു. പവിത്ര ലോകമായ സത്യയുഗത്തിൽ പവിത്ര ശരീരത്തിൽ പവിത്ര ആത്മാവായി ഡബിൾ കിരീടധാരിയായി ഞാൻ സ്വയം അനുഭവിക്കുന്നു. ദൈവത്വം ഉൾക്കൊണ്ടിരിക്കുന്ന ഈ സ്വരൂപം എത്ര തേജസ്സുറ്റതാണ്. എൻ്റെ ഈ ദേവസ്വരൂപത്തിൽ നിന്നും പവിത്ര പൂജ്യ സ്വരൂപത്തിലേക്ക് ഞാൻ മാറുന്നു. ഭക്തരുടെ ഇഷ്ട ദേവസ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഭക്ത ആത്മാക്കൾക്ക് പവിത്രതയുടെ സുന്ദരമായ വൈബ്രേഷൻസ് ഞാൻ നൽകുകയാണ്. വീണ്ടും ഞാൻ എൻ്റെ പവിത്ര ബ്രാഹ്മണ സ്വരൂപത്തിലേക്ക് മാറുന്നു. അവ്യക്ത ബാബയുമായി സാകാരത്തിൽ ഞാൻ കൂടിക്കാഴ്ചയുടെ
സുന്ദരമായ അനുഭവത്തിൽ ലയിച്ചു ചേരുന്നു. ബാബയുടെ ഓർമ്മയിൽ ലയിച്ച് പവിത്ര വൈബ്രേഷൻസ് മുഴുവൻ ലോകത്തിലും ഞാൻ വ്യാപിപ്പിക്കുന്നു. സമ്പൂർണ്ണ പവിത്രതയുടെ തേജസ്സുറ്റ പ്രകാശരശ്മികൾ വിശ്വത്തിലെ ആത്മാക്കളിൽ നിറയുന്നു. ഈ ദൃശ്യ പ്രപഞ്ചത്തിലെ പഞ്ചതത്വങ്ങളിലും പരമാത്മാ പവിത്രതയുടെ ശക്തി നിറയുന്നു.